Hi all, welcome to StudyWin PSC. 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം. ഉത്തരം മുംബൈ ഇന്ത്യൻസ്. കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ. ഉത്തരം കപ്പേള. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്. ഉത്തരം സമന്വയ പദ്ധതി. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ. ഉത്തരം അടിയാളപ്രേതം. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡ്. ഉത്തരം ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. അടുത്ത ചോദ്യം, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ഉത്തരം ശ്രീ സജി ചെറിയാൻ. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രചോദനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര്. ഉത്തരം ഫസ്റ്റ് ബെൽ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ സി EOS 04 അഥവാ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 4. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം. ഉത്തരം 2012. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഉത്തരം സിക്കിം ആൻഡ് പശ്ചിമ ബംഗാൾ. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഉത്തരം മണിപ്പൂർ. നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണെന്ന് നോക്കാം. റോഡിന്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ 2 ആദ്യത്തെ 20 വർഷ വികസന പദ്ധതിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏത്? ഉത്തരം അംബാല അമൃതസർ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം വയനാട്. ദേശീയ ജലപാത 2നെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണെന്ന് നോക്കാം. 2 സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. 4 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഉത്തരം ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. അടുത്ത ചോദ്യം, ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്. ഉത്തരം പീലിക്കോട്. ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. ഏതൊക്കെയാണെന്ന് നോക്കാം. 2 വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. 4 പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ വിക്ഷേപിച്ച എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് 4 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ എ 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2022 ഫെബ്രുവരി 14 വിക്ഷേപിച്ചത്. PSLV C-52 എന്ന വാഹനമാണ് ഇതിന്റെ വിക്ഷേപണത്തിന് ഉപയോഗിക്കുന്നത്. ഇതൊരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഉത്തരം ആന. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? ഉത്തരം 2005. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? ഉത്തരം 42ാം ഭേദഗതി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ബന്ധമില്ലാത്തത്. നമുക്ക് ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം അലക്സാണ്ടർ തോമസ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം അലക്സാണ്ടർ തോമസ്. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത്?
ഉത്തരം ഓപ്ഷൻ സി ആണ് ദേശീയ പതാകയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഏതൊക്കെയാണ് ശരിയായവയെന്ന് നോക്കാം. കുങ്കുമം വെള്ള പച്ച എന്നീ നിറങ്ങളിലുള്ളത് 3:2 എന്ന അനുപാതത്തിൽ നിർമ്മിച്ചിരിക്കുന്നു. പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ദേശീയഗാനം അംഗീകരിച്ചത് എപ്പോൾ? ഉത്തരം 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ന്യൂഡൽഹി. അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. കുറിച്യ കലാപത്തിന്റെ നേതാവ്? ഉത്തരം രാമനമ്പി. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം? ഉത്തരം പ്രത്യക്ഷ രക്ഷാ ദേവസഭ. അടുത്ത ചോദ്യം നോക്കാം. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്? ഉത്തരം ഡോക്ടർ KB മേനോൻ. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി? ഉത്തരം പ്രാചീന മലയാളം. കുണ്ടറ വിളംബരം നടത്തിയ വർഷം? ഉത്തരം 1809. കല്ലുമാല സമരം നയിച്ചത്? ഉത്തരം അയ്യങ്കാളി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഉത്തരം ശ്രീരംഗപട്ടണം ഉടമ്പടി. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം ആലുവ. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത്? ഉത്തരം നാനാ സാഹിബ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ? ഉത്തരം ഹണ്ടർ കമ്മീഷൻ. അടുത്ത ചോദ്യം. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ഉത്തരം ലാഹോർ സമ്മേളനം. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? ഉത്തരം വിനോബ ഭാവെ. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ? ഉത്തരം ഫസൽ അലി കമ്മീഷൻ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം? ഉത്തരം അഹമ്മദാബാദ് മിൽ സമരം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി? ഉത്തരം VP മേനോൻ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം? ഉത്തരം ബോംബെ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം? 1931. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കാവേരി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം പാലക്കാട്. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഒക്ടോബർ 13. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? ഉത്തരം ശ്രീ സജി ചെറിയാൻ. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കാത്തത്? ഉത്തരം കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം? ഉത്തരം മൂലമറ്റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഉത്തരം കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം? ഉത്തരം പാലക്കാട് ചുരം. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം? ഉത്തരം എറണാകുളം. കേരളത്തിലെ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട തടാകം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏത്? ഉത്തരം പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഉത്തരം കരൾ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്? ഉത്തരം കണ. മലമ്പനിക്ക് കാരണമായ രോഗാണു? ഉത്തരം പ്രോട്ടോസോവ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി? ഉത്തരം താലോലം. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ഉത്തരം തെങ്ങ്. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ആരായിരിക്കും? ഉത്തരം ഹരിത സസ്യങ്ങൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കാസർഗോഡ്. ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ്? ഉത്തരം വിഘാടകർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. ഉത്തരം അന്നപൂർണ. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ജോൺ ഡാൾട്ടൺ. ഇരുമ്പിന്റെ അയിര് ഏത്? ഉത്തരം ഹെമറ്റൈറ്റ്. ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ഉത്തരം അലുമിനിയം. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ഉത്തരം കാർബൺ മോണോക്സൈഡ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏത്? ഉത്തരം ടെലൂറിയം. അടുത്ത ചോദ്യം.
വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്ര ഗണം ഏത്? ഉത്തരം ഓറിയോൺ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏത്? ഉത്തരം സംവഹനം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? ഉത്തരം കത്രിക. പ്രകാശത്തിന്റെ പ്രകീർണനത്തിന് കാരണം? ഉത്തരം അപവർത്തനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്? ഉത്തരം കമ്പനം. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ഉത്തരത്തിന്റെ ശരിയായ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 81 ഓപ്ഷൻ ബി, 82 ഓപ്ഷൻ ഡി, 83 ഓപ്ഷൻ ഡി, 84 ഓപ്ഷൻ ബി, 85 ഓപ്ഷൻ ബി, 86 ഓപ്ഷൻ സി, 87 ഓപ്ഷൻ ബി, 88 ഓപ്ഷൻ എ, 89 ഓപ്ഷൻ ബി, 90 ഓപ്ഷൻ സി, 91 ഓപ്ഷൻ എ, 92 ഓപ്ഷൻ എ, 93 ഓപ്ഷൻ സി, 94 ഓപ്ഷൻ ഡി, 95 ഓപ്ഷൻ ബി, 96 ഓപ്ഷൻ സി, 97 ഓപ്ഷൻ എ, 98 ഓപ്ഷൻ ഡി, 99 ഓപ്ഷൻ എ, 100 ഓപ്ഷൻ സി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.